3 വർഷം മുൻപ് അതായത് 2021 മെയ് 5-നാണ് ബേപ്പൂർ ഹാർബറിൽ നിന്ന് അജ്മീർ ഷാ എന്ന പേരുള്ള ബോട്ട് 16 മത്സ്യത്തൊഴിലാളികളുമായി മീൻ പിടിക്കാൻ വേണ്ടി പോയത്. സാധാരണ 15 മുതൽ 1 മാസം അല്ലെങ്കിൽ 1.5 മാസത്തിനുള്ളിൽ ബോട്ട് തിരികെ എത്തേണ്ടതാണ്. പക്ഷേ 3 വർഷം കഴിഞ്ഞിട്ടും ആ ബോട്ടും 16 ജീവനക്കാരും ഇതുവരെ ഈ തീരത്ത് എത്തിയിട്ടില്ല. ടൗട്ടെ ചുഴലിക്കാറ്റിൻ്റെ സമയത്താണ് ബോട്ട് കാണാതാവുന്നത്. പല തരത്തിലുള്ള അന്വേഷണങ്ങളും തിരച്ചിലും നടത്തി ഇപ്പോൾ തിരച്ചിലൊക്കെ തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ്. 3 വർഷം തികഞ്ഞ സാഹചര്യത്തിൽ ആ ബോട്ടിൻ്റെ ഉടമകളും ബോട്ട് ഓണേഴ്സിൻ്റെ ആളുകളൊക്കെ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. അന്ന് ആ ചുഴലിക്കാറ്റിൻ്റെ സമയത്തല്ലേ നമ്മൾ ഈ ബോട്ട് കാണാതായത്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ തിരച്ചിൽ നടക്കുന്നുണ്ടോ? ഇപ്പം തിരച്ചിൽ നടക്കുന്നില്ല. ആ സമയത്ത് മാസങ്ങളോളം കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നല്ല തിരച്ചിലും ട്രോൾ വിമാനം തിരഞ്ഞിലും എല്ലാം ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ വളരെയധികം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തിരച്ചിൽ ശക്തമായിട്ട് നമ്മൾ സമീപിക്കുന്നു. നമ്മളങ്ങോട്ട് അവരെ സമീപിക്കുന്നു. എല്ലാം തിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ കണ്ടെത്താൻ പറ്റില്ല. 10-ാം തീയതി രാത്രി ഒരു സിൽവർ ലൈൻ ബോട്ട് അവരെ കണ്ട്. അപ്പോൾ ആ സമയത്ത് കാറ്റ് ശക്തമായിട്ടില്ല. പിന്നെ 12-ാം തീയതിക്കാണ് കാറ്റ് ശക്തമാകുന്നത്. അതിനുശേഷം ഈ ബോട്ടിനെ ആരും കണ്ടിട്ടില്ല. പിന്നെ കടലിൽ വേറെ ബോട്ടുകാരോ കപ്പലോ ഒന്നും ഓടാൻ പറ്റാതെ എല്ലാവരും സ്റ്റോപ്പ് ചെയ്തു. ആ സമയത്ത് ആണ് ഇത് നഷ്ടപ്പെട്ട് കാരും എന്നാണ് 100% നമ്മൾ പറയുന്നത്. കാരണം ആ കാറ്റിൻ്റെ ശക്തം ബോട്ടിൽ കടലുണ്ടായ ബോട്ട് കരക്ക് വരാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കാറ്റിൻ്റെ ഫലം അതിൻ്റെ ഫലം അനുഭവിച്ച് വരുന്ന മുമ്പ് തന്നെ കടലുണ്ടായ ബോട്ട് കരക്ക് വരാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് മൽപ്പൽ വരെ ബോട്ട് കയറിയിട്ടുണ്ട്. ലൈഫ് ജാക്കറ്റ് തുടങ്ങിയ അങ്ങനെ അപകടം പറ്റി രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഉണ്ടായാലും ഒരു പരിധി ഉണ്ടല്ലോ. ഒരാഴ്ച കടലിൽ സർവീസ് ഉണ്ടായിട്ടില്ല. രക്ഷപ്പെട്ട് നിന്നാൽ തന്നെ എന്തെങ്കിലും രക്ഷിക്കാൻ കടലിലൊന്നും പോകാത്തൊരു സമയമായി മാറി. കാരണം ഇന്ത്യയിൽ മൊത്തം ആ കാറ്റ് അനുസരിച്ച് കപ്പൽ വരെ പോയിട്ടില്ല. പിന്നെ ഇപ്പം മെയ് 5, 2021 പോയിട്ട് മെയ് 5, 2024 3-ാമത്തെ വർഷമാണ്. നമ്മൾ തൊഴിലാളികളെന്ന് അവരെ പറയില്ല. നമ്മളെ കൂടപ്പറപ്പുകാർ, നമ്മൾ കൂടപ്പറപ്പാണ് അവരുണ്ടെങ്കിലേ നമ്മളുള്ളൂ. കാരണം ആ നഷ്ടപ്പെട്ട ആ ജീവൻ്റെ ആ ഒരു കുടുംബത്തിൻ്റെ വിഷമം തീരാതെ എന്നും നമ്മളെ മനസ്സിൽ മായാതെ കിടക്കുകയാണ്. ഈ കടലിൽ പോകുന്ന തൊഴിലാളികളും തെരച്ചിലിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ല. ഈ സർക്കാർ സംവിധാനങ്ങൾ നിർത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾ മീൻ പിടിക്കുന്നതിനൊപ്പം തന്നെ ഈ ബോട്ട് ഉണ്ടോ എന്ന് നോക്കാറില്ലായിരുന്നു. ഇവിടെ തന്നെ നമ്മളെ റിസ്കിൽ ഒരു 3 ബോട്ടുകളും നമ്മളെ സ്വന്തം ചെലവിൽ ഒരു 10-30 ആളുകളും 2 ബോട്ടും പോയിട്ടുണ്ട്. അവരും ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് തിരച്ചിൽ കഴിഞ്ഞ് തിരിച്ചു വന്നത്. അവർക്കും ഒരു റിപ്പോർട്ട് കൂടിയൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. ഈ ബോട്ടിൽ 16 പേരുണ്ടെന്ന് പറയുന്നു. എല്ലാവരും ഏതൊക്കെ നാട്ടുകാരായിരുന്നു? അതിൽ 12 പേര് തമിഴ്നാട് സ്വദേശികളും 4 പേര് ബംഗാൾ സ്വദേശികളാണ്. ഈ 12 പേര് തമിഴ്നാട് സ്വദേശികളും വീട്ടിൽ ഞങ്ങൾ അസോസിയേഷൻ്റെ ആളുകളും ഈ ബോട്ട് ഓണർ അനിയനും കൂടെ ഞങ്ങളവരെ വീടുകളെല്ലാം സന്ദർശിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു സഹായം അവർക്ക് കിട്ടണമെന്നുള്ളൊരിതുണ്ടായിരുന്നു. അപ്പോൾ ഈ ബോട്ടിന് സർക്കാർ എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം നൽകിയാൽ അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു പഴയ ബോട്ട് എന്തെങ്കിലും എടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു വരുമാനം ആ കുടുംബങ്ങൾക്കൊക്കെ കൂടെ ഷെയർ ചെയ്യാമെന്നുള്ള ഒരു ഇതൊക്കെ നമ്മളിലുണ്ടായിരുന്നു. 3 വർഷമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സാമ്പത്തികമായിട്ട് ബോട്ടുടമകൾക്കോ അതിൽ പോയിരുന്ന തൊഴിലാളികൾക്കോ യാതൊരുവിധ സഹായവും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം സർക്കാരിൻ്റെ ഭാഗത്ത് ഈ ബോട്ടുടമകൾ അവരെ സ്വന്തം ഭൂമിയും അവരെ സ്ഥലങ്ങളെല്ലാം പണയം വെച്ചിട്ടാണ് ഈ ബോട്ടുകൾ എടുത്തിരിക്കുന്നത്. അവർക്ക് ബാങ്കിലെല്ലാം ഭയങ്കര ബാധ്യത ഉണ്ട്. അവർ ഓരോ ദിവസം ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ സർക്കാർ എത്രയും പെട്ടെന്ന് ഇനിയും ഇതിപ്പം തന്നെ വളരെയധികം താമസിച്ച് ഇത്രയധികം പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം ആ കുടുംബങ്ങൾക്കും പ്രത്യേകിച്ച് ഈ ബോട്ടുടമകൾക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ തമിഴ്നാട് സർക്കാർ 20 ലക്ഷം രൂപ വീതം അവർക്ക് ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ അസോസിയേഷൻ്റെ ആളുകളെല്ലാം അവിടെ ഉണ്ടായിരുന്ന അവർ പൈസ വിതരണം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സർക്കാരും അതുമാതിരി ബംഗാൾ സർക്കാർ ഇതുവരെ ഒരു സാമ്പത്തിക സഹായമായ തൊഴിലാളികൾക്ക് ഇതുവരെ നൽകിയിട്ടില്ല. പക്ഷേ ഇവർ ഈ 16 പേര് മരിച്ചോ അത് ജീവനോടെ ഇരിപ്പുണ്ടോ ഒന്നും സ്ഥിരീകരിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ വേറെ ഏതെങ്കിലും സാധ്യതകൾ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്? ഇനി ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട് ഏതെങ്കിലും ആളില്ലാത്ത ദ്വീപിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് അതിർത്തി ലംഘിച്ച് പോയിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്ത് കുടുങ്ങിയിട്ടുണ്ടോ? അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ആ സമയത്തൊക്കെ ഈ കാര്യങ്ങളെല്ലാം ഇതുമാതിരിയുള്ള ഏതെങ്കിലും മറ്റുള്ള ദ്വീപുകളിലോ വേറെയുള്ള രാഷ്ട്രങ്ങളിലൊക്കെ മുൻകാലങ്ങളിലെല്ലാം അങ്ങനെ ഉണ്ടായത്. പക്ഷേ ഇതിപ്പോൾ 3 വർഷമായില്ല. ഇനിയിപ്പോൾ ഒരു സാധ്യത വളരെ കുറവാണ് നമുക്ക് തോന്നുന്നത്. ആ സമയത്ത് വീശിയടിച്ച് കാറ്റ് നിറഞ്ഞാൽ ബോംബെയിൽ ഷിപ്പ് വരെ മറിഞ്ഞ കാറ്റാണ്. ആ കാറ്റിൽ അങ്ങനെ പക്ഷേ ഈ മുങ്ങിപ്പോയ ബോട്ടിൽ ഈ കോസ്റ്റ് ഗാർഡിൻ്റെ കമാൻഡർ പറയുന്നത് എന്തെങ്കിലും ഒരു സാധ്യത അവിടെ ഡീസലിൻ്റെ അംശമോ അല്ലെങ്കിൽ ബോട്ടിലുള്ള ഈ ഫ്ലോട്ടുകളോ ഈ ജാക്കറ്റോ എന്തെങ്കിലും പൊങ്ങിക്കിടക്കാൻ എന്തെങ്കിലും ഒരു സാധ്യത അവർ കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സാധ്യത കൂടി നിലനിൽക്കില്ല. നമ്മളെ എല്ലാവരും അഭിപ്രായത്തിലും ബോട്ടും തൊഴിലാളികളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊരു സാമ്പത്തിക സഹായം കിട്ടിയാലേ അതിനൊരു എന്തെങ്കിലും ഒരു ആ ശൂന്യത നികത്താൻ വേണ്ടി പറ്റുള്ളൂ. 10 ദിവസത്തോളം കടലിൽ ഒന്നും സർവീസില്ല. നല്ല വെള്ളത്തിന് ശക്തമായ ഒഴുക്കുണ്ടെന്നാണ് പറഞ്ഞത്.
ബോട്ട് പണിക്ക് പോയ മറ്റുള്ള ബോട്ടിലെ പണിക്കാർ പറഞ്ഞാൽ നല്ല ശക്തമായ ഒഴുക്കുണ്ട്. ഒഴുക്ക് കാരണം ഇനി ചിലപ്പോൾ ഒരാഴ്ചൻ്റെ ഗ്യാപ്പിൽ ചില സമയത്ത് എങ്ങോട്ടെങ്കിലും അവരെല്ലാം ഒഴുക്കപ്പെട്ട് പോവുക, അല്ലെങ്കിൽ താഴോട്ട് പോവുക, അല്ലെങ്കിൽ ഒന്നും പൊങ്ങാതെ പൊങ്ങിയ സാധനം വേറെ എങ്ങോട്ട് ഒഴിഞ്ഞ് പോയ ദ്വീപിലേക്ക് അടഞ്ഞു പോവുക, അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എല്ലാം കാണാൻ പറ്റാതിരുന്നതിന് ആ ഒരു കാര്യം മാത്രമേ എല്ലാവരും ഒരു അഭിപ്രായമുള്ളൂ. അല്ല വേറെ ഒരു രക്ഷപ്പെട്ടു വേറൊരു ദ്വീപിലുണ്ട് എന്ന് 3 വർഷമായിട്ടും നമ്മൾ പ്രതീക്ഷ നമുക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ല. ഈ തൊഴിലാളി കുടുംബങ്ങൾ എന്താ പറയുന്നത്? ഇപ്പോഴും അവർ തിരിച്ചു വരുന്ന ഒരു പ്രതീക്ഷ കുടുംബങ്ങൾക്കുണ്ട്. നിങ്ങൾ അവിടെ പോയി നേരിട്ട് കണ്ടതല്ലേ? അവരെ ഓരോ വീട്ടിലും ഈ പിന്നെ തമിഴ്നാട്ടിലുള്ള 12 വീട്ടിൽ ഞങ്ങൾ നേരിട്ട് ചെന്ന് അവരെ കുടുംബങ്ങളെ എല്ലാം കണ്ടതാണ്. അവർ ഏത് സമയത്തും ഇപ്പോഴും ഈ സമയമായിട്ട് അവർക്കൊരു പ്രതീക്ഷ എപ്പോഴും ഉള്ളതായിട്ട് തന്നെയാണ് ഉള്ളത്. പക്ഷേ സാമ്പത്തികമായിട്ട് അവരെ വളരെയധികം അലട്ടുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു സഹായമാണ് നമ്മളൊക്കെ അവർക്കിപ്പം പ്രധാനമായിട്ട് വേണ്ടത്. അതിനുള്ളൊരു സാഹചര്യം ഏതെങ്കിലും നിരക്കിലുണ്ടാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരുപാട് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ ബോട്ടിന് വേണ്ടി? നമ്മൾ ബോട്ടിന് പുറത്തുനിന്ന് ഒരുപാട് കടയിൽ കുറേ കടന് നമ്മൾ രണ്ടാളും ലോൺ എടുത്തിട്ടുണ്ട്, കഷ്ടപ്പെട്ടാണ്. പിന്നെ അവിടുത്തെ കുളച്ചൽ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ 4 ചേട്ടാനിയന്മാരുണ്ട്, ഒരു അച്ഛനും മകനുണ്ട്, ഒരു ചേട്ടൻ അനിയത്തിനെ കല്യാണം കഴിച്ച 2 പെൺകുട്ടികളെ 2 ഭർത്താക്കന്മാർ. വളരെ കഷ്ടമാണ്. ഒരു വീട്ടിലൊരു കുടുംബം ഇല്ലാണ്ടാവാണ്. ഒരു പെണ്ണും പിള്ളും കുറേ പിള്ളേർ മാത്രം. കാണാൻ പറ്റില്ല ആ രംഗം. കാരണം അവരുടെ കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. അവരുടെ കാര്യത്തിൽ കിട്ടുന്ന സഹായം അവർക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന് മാത്രമേ ഈ നമ്മൾ 2 പാർട്ട്ണർമാരെ ഇതുള്ളൂ. നമുക്ക് ഞങ്ങളെ കാര്യം ഏതായാലും നമുക്ക് നഷ്ടപ്പെട്ടു. ആ കുടുംബത്തിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിക്കുക. അതിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ദയ ഉണ്ടാവണമെന്ന് നമ്മൾ അപേക്ഷിക്കാം. ഏതായാലും 16 കുടുംബങ്ങൾ, ബോട്ട് ഉടമയുടെ കുടുംബം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 2 പേരാണ് പാർട്ട്ണർമാർ. അങ്ങനെ 18 കുടുംബങ്ങളാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ തൊഴിലാളികൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ഉറപ്പില്ല. എങ്കിൽ കൂടി ഈ 16 കുടുംബങ്ങളും ഒപ്പം ബോട്ട് ഉടമയുടെ കുടുംബങ്ങളും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. രഹസ്യങ്ങളുടെ കലവറയാണ് അറബിക്കടൽ. അവിടെ നിന്ന് ഒരു വൈകിയാണെങ്കിലും ഒരു ശുഭവാർത്ത വരുമോ എന്നൊരു പ്രതീക്ഷയിലാണ് ഇവരൊക്കെ തന്നെ ഉള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ഷെനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.